മത്തായി സുവിശേഷത്തിൽ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് പഠിപ്പിച്ച ഒരു ഭാഗമുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ഞങ്ങളുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. അപ്പം അവിടെ വായിക്കുക, നമ്മൾ നമ്മുടെ കടക്കാരോട് ക്ഷമിക്കുന്നെങ്കിൽ അതുപോലെ തന്നെ ദൈവമേ എൻ്റെ കടങ്ങളും എന്നോട് ക്ഷമിക്കണമേ. അപ്പം നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ ദൈവം നമ്മളോട് ക്ഷമിക്കത്തുള്ളെന്ന് ആ പ്രാർത്ഥനയ്ക്കകത്തെ ആശയം. അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് തൊട്ടേ ചോദിച്ചു, ക്ഷമിക്കുമോ എന്ന് ചോദിച്ചേ. ആരോടൊക്കെ ക്ഷമിക്കണമെന്നാണ് ഇന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. ക്ഷമിക്കുമോ? ഇന്നെങ്കിലും ആ മസിൽ പിടിക്കുന്നതൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് ക്ഷമിക്കാൻ പഠിക്കുക. നിങ്ങൾക്കറിയാമോ, ഭൂമിയിൽ വിജയിച്ച മനുഷ്യൻ ആരാന്നറിയാമോ? ക്ഷമയുള്ളവനാ. ഭയങ്കര ക്ഷമയാണ് ചിലർക്ക്, ആപ്പാര ക്ഷമയാണ്. ചില ഭർത്താക്കന്മാരോടൊക്കെ ജീവിക്കണമെങ്കിൽ ആൻറ്റിമാർക്ക് അപാര ക്ഷമ വേണം. ചില ഭർത്താക്കന്മാർ ചില ഭാര്യമാരോട് ജീവിക്കണമെങ്കിൽ ഭയങ്കര, അതുകൊണ്ടാണ് ചിലർക്ക് ഈ വെഡിങ് ആനിവേഴ്സറിക്ക് അവാർഡ് കൊടുക്കുന്നത്. ഭയങ്കര ക്ഷമ വേണം. ഞാൻ ഒരിക്കലൊരു രാജ്യത്തുനിന്ന് ദൈവവചനം പ്രസംഗിച്ചിട്ട് ഒരു എയർപോർട്ടിൽ വന്നിറങ്ങി. ഇപ്പം ലഗേജ് ഇങ്ങനെ വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ ഒരിക്കലൂടെ പറഞ്ഞാന്ന് എൻ്റെ ഓർമ്മ. ലഗേജ് വരാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹസ്ബൻഡും വൈഫും വളരെ 65, 70 വയസ്സ്, 68 വയസ്സ്, 65 വയസ്സൊക്കെ ഉള്ളവരാ. അപ്പം ആൻറ്റി പറഞ്ഞു, അച്ചായ ആ പച്ച ബാഗ് നമ്മുടെയാന്ന്. നമ്മുടെ ബാഗ് നിന്നോട് ആര് പറഞ്ഞെന്ന് പറഞ്ഞു. ഒരു ഒറ്റയടി ചെവിക്കുറ്റിക്ക് പടക്കം പൊട്ടുന്ന പോലെ കിട്ടും. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഫ്ലൈറ്റേ വന്ന ആ 100-400 പേര് ലഗേജ് വിട്ടേച്ച് ഇവരെ നോക്കി നിൽക്കുക. ഇനി ആ ആൻറ്റിയെ സമ്മതിക്കണം. ആൻറ്റി എന്ന അച്ഛൻ്റെ പുറത്ത് അച്ഛൻ്റെ ഒരു കാര്യം അത് നമ്മുടെ തന്നെ അച്ഛാന്നും പറഞ്ഞു ഓടിച്ചെന്ന് ആ ബാഗ് എടുത്ത് അച്ഛൻ്റെ കൈക്ക് പിടിച്ചോണ്ട് പോവുക. ആ സ്ത്രീക്ക് അവാർഡ് കൊടുക്കണ്ടേ? അത്രയും 600 പേര് കൂടി നിൽക്കേ. ഭർത്താക്കന്മാർക്ക് അടിക്കാനുള്ള ലൈസൻസ് ഒന്നുമല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പം ഭയങ്കര ക്ഷമ വേണം. ഭയങ്കര, നിന്റെ വീട് സ്വർഗമാകും നിനക്ക് ക്ഷമയുണ്ട്. ക്ഷമയുടെ വാക്ക് എഴുതി വെച്ചാൽ പറ്റത്തില്ല. കർത്താവേ ക്ഷമിക്കാൻ കൃപ തരണേ എന്ന് സന്ധ്യാപ്രാർത്ഥനയിലും പ്രഭാത പ്രാർത്ഥനയിലും പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. ക്ഷമിക്കാൻ പഠിക്കണം.